എന്തായാലും ഇങ്ങനെ വലിയ ആവേശ കാഴ്ചകൾ കാണാൻ കണ്ടോ? എങ്ങനെയുണ്ട് പൂരമൊക്കെ? എല്ലാ വർഷവും വരുന്നതാണോ? വീട് എവിടെയാ? ആഹാ, ആനേനൊക്കെ ഇഷ്ടമാണോ? രാമനെ കാണാൻ വന്നെയാണോ? ആണോ? എന്നിട്ട് എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാ? അല്ലല്ല, രാമനെ എല്ലാ വർഷവും കാണലുണ്ട്. എപ്പോഴും കാണലുണ്ടോ? മുത്തച്ഛനാണോ? എല്ലാ വർഷവും പൂരത്തിന് വരും, രാമനെ കാണും. എന്താ എത്തി നോക്കിയോ? പോയി ഇങ്ങോട്ട് വായോ, കടന്നു വരൂ, മുന്നോട്ട് കടന്നു വരൂ, വാ. പേരെന്താ? അരുണം. വടക്കുന്നാഥനെ വണങ്ങിയതിന് ശേഷം വീണ്ടും രാമൻ തിരിച്ച് ചെമ്പൂക്കാവിലേക്ക് പോവുകയാണ്. അപ്പം തിരിച്ച് നടന്നു തന്നെയാണ് പോകുന്നത്. രാവിലത്തെ പൂരം കഴിഞ്ഞു, രാവിലെ ഉഷാറാക്കി വടക്കുന്നാഥനെ വണങ്ങിയപ്പോൾ ഈ ഭാരവാഹികളൊക്കെ പലരും പറയുന്നത് ഇത്രയധികം ആളുകൾ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടില്ല. രാമനെ കാണാൻ വേണ്ടിയാണ് ഇത്രയധികം ആളുകൾ ചെമ്പൂക്കാവ് ഭഗവതിയുടെ ഈ വരവിനെ, ഈ ദേശത്തിന്റെ വരവിനെ കാണാനൊക്കെ രാമനിലേക്ക് തൃശ്ശൂർ പൂരം എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ തെക്കേ ഗോപുരനട ഇവിടെ ആ ഭാഗത്തൊക്കെ രാമനെത്തിയപ്പോൾ നമ്മൾ കണ്ടത്. പിന്നീട് കിഴക്കേ ഗോപുരനട വഴി ഇറങ്ങിപ്പോയപ്പോൾ രാമന്റെ ഒരു കൈ, തുമ്പിക്കൈ വെച്ചൊരു ആളുകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. വളരെ രസകരമായി അത് എല്ലാവരും വളരെ ആസ്വദിച്ച് കാണുന്ന ഒരു കാഴ്ചയായിരുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ രാവിലത്തെ പൂരം കളറായില്ലേ? 100 അല്ല 150%, 1000% തലമുറകളായിട്ട് സ്വപ്നമാണ് ഭഗവതിനെ രാമന്റെ പുറത്ത് കിടക്കുവാനെ കൊണ്ട് കാണിക്കുക എന്നുള്ളത്. അത് സാധിച്ചു. വളരെ സന്തോഷമാണ്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ആഗ്രഹമാണ്. കാരണന്മാരുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. വന്നപ്പോ ഒരു ഇരട്ടി ആൾക്കാർ 100%. അതാണ് ഇവര് പറയുന്നത്. അതായത് രാമൻ കൂടി വന്നോടെ ഇത്തവണ ഈ ചെമ്പൂക്കാവിന്റെ പകിട്ടങ്ങ് കൂടി, ഭഗവതിയുടെ എടുപ്പൊക്കെ അങ്ങ് കൂടി, അത്രമാത്രം പേരും പ്രസിദ്ധിയും കൂടി ചെമ്പൂക്കാവിന്. ഞങ്ങളുടെ സെക്രട്ടറിയാണ് മഹേഷേട്ടൻ. രാവിലെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ മഹേഷേട്ടൻ പറഞ്ഞിരുന്നു ഇത്രയധികം ആളുകൾ രാവിലെ വന്നിങ്ങനെ കാണാറില്ല, ഇപ്പോഴാണ് ഒരു അത്ഭുതമായിരുന്നല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് ചരിത്ര സംഭവമാണ്. അതേ തെച്ചുകോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു ജനങ്ങളുടെ ഒരു ഹരമാണ്. ആരൊക്കെ എതിർത്താലും ആരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അതൊന്നും രാമന്റെ അടുത്ത് നടക്കില്ല, അതൊന്നും നമ്മുടെ ഭഗവതിമാരുടെ അടുത്ത് നടക്കില്ല എന്നുള്ളൊരു അറിയിപ്പും കൂടിയാണ്. കാരണം തെച്ചുകോട്ട് എൻ്റെ അടുത്ത് പലരും പറഞ്ഞതേ, ഈ പണ്ട് തെക്കേ ഗോപുരനട രാമൻ തള്ളി തുറക്കാറുള്ള ഒരു ചടങ്ങുണ്ടല്ലോ, രാമനെ പങ്കെടുക്കാറുണ്ടല്ലോ, അതിന്റെ ഒരു ഫീലാണ് ഈ ഇത്തവണ പൂരം വന്നപ്പോൾ തോന്നിയെന്നാണ്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ തെച്ചുകോട്ടുകാവ് രാമേന്ദ്രനാണ് കുറച്ച് കാലമായിട്ട് നമുക്ക് തെക്കേ ഗോപുരനട നടന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. പക്ഷേ ഇക്കുറി അതിനെ മാറി ചെമ്പൂക്കാവ് ഭഗവതിയും കൊണ്ടാട്ടാണ്. പൂര ദിവസം ആദ്യമായിട്ട് തെക്കേ ഗോപുരനട ഇറങ്ങുന്നത് ചെമ്പൂക്കാവ് ഭഗവതിയാണ്. ഇപ്രാവശ്യം എന്തോ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്, സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട്. ആദ്യം കാരമുക്കാണെന്ന് തോന്നുന്നു അവിടെ ഇറങ്ങിയത്. എന്നിരുന്നാലും കൂടി വലിയ, അതായത് ജനങ്ങൾക്കൊരു ഹരമായിട്ട് രാമൻ എന്ന് പറയുന്ന ഒരു വികാരം അതെന്താന്നുള്ളത്, അതായത് പ്രായഭേദമന്യേ, ജാതി പിന്നെ ഇതാണ് രാമൻ എന്ന പൊരുൾ എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ മുഴുവൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിതൊക്കെ, അതായത് ആ പൂരം നഗരിയിൽ ആ ആവേശമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ ആവേശത്തിന് ശേഷം തിരിച്ച് സ്വക്ഷേത്രത്തിലേക്ക് മടങ്ങുകയാണ് അല്ലെ? ആ സ്വക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ ചെമ്പൂക്കാവിലേക്ക് തന്നെ തിരിച്ച് മടങ്ങുകയാണ്.